ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് സാദമാണ്, നമ്മുടെ കേർഡ് റൈസാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിതാ കുറച്ച് ചോറ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഇതാ മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം നമുക്കിതാ 1 ടേബിൾ സ്പൂൺ ഇവിടെ കടുക് വേണം, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വേണം, 2 ചുവന്ന മുളക് വേണം, ആവശ്യത്തിന് കറിവേപ്പില വേണം, കുറച്ച് കാഷ്യൂ നട്ട് വേണം. ഞാനിവിടെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതാ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി മല്ലിയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ചൂടാക്കാനായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എണ്ണ ചൂടായി വന്ന് ഞാനതിലേക്ക് കടുകിട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടി വന്നതും ഇനി അതിലേക്ക് കടലപ്പരിപ്പും കപ്പലമുളകും തന്നെ ഞാനിതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മുടെ ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 10 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. നമ്മൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് കളർ ഇതാ നമ്മുടെ കാഷ്യൂ നട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ സാദം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ കുഴച്ച് വെച്ചിരുന്ന ആ ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 4 മിനിറ്റ് കഴിഞ്ഞതും ഇതിലേക്ക് ഈ മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ തൈര് സാദം ഇവിടെ റെഡിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പോമോഗ്രാനൈറ്റ് ഫ്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയില്ല, നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ തൈര് സാദം അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.